പ്രൈസ് ദി ലോർഡ്. ദൈവനാമം ഉണ്ടായിരിക്കട്ടെ. ദൈവസന്നിധി രാവിലെ കാലമായിരിക്കുമ്പോൾ പ്രിയ മക്കളെ, ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ശലോമോന് ഞാൻ ലഭിച്ചതിനെ കുറിച്ചാണ്. അതായത് രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 3-ാം അധ്യായം 4 മുതലുള്ള വാക്യം നോക്കുമ്പോൾ നമുക്ക് യഹോവയായ ദൈവം ശലോമോന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായിട്ട് എന്തെല്ലാം സംസാരിച്ചു, അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കി നോക്കാം. അതായത് 5-ാം വാക്യം മുതൽ വായിക്കാൻ കഴിയുന്നുണ്ട്. യഹോവ രാത്രിയിൽ ശലോമോന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, നിനക്ക് വേണ്ടുന്ന വരം ചോദിച്ചു കൊള്ളുക എന്ന് ദൈവം അരുളി ചെയ്തു. അതിന് ശലോമോൻ പറഞ്ഞത് എന്തെന്നാൽ, എൻ്റെ അപ്പനായ ദാവീദ് എന്ന നിന്റെ ദാസൻ സത്യത്തോടും നീതിയോടും ഹൃദയ പരമാർത്ഥതയോടും കൂടെ നിന്റെ മുമ്പാകെ നടന്നതിനൊത്തവണ്ണം നീ അവന് വലിയ കൃപ ചെയ്തു. ഈ വലിയ കൃപ അവനായി പാലിക്കുകയും ഇന്നുള്ളതുപോലെ അവന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ അവൻ ഒരു മകനെ നൽകുകയും ചെയ്തിരിക്കുന്നു. എൻ്റെ ദൈവമായ യഹോവേ, നീ അടിയനെ ഇപ്പോൾ എൻ്റെ അപ്പനായ ദാവീദിനു പകരം രാജാവാക്കിയിരിക്കുന്നു. ഞാനോ ഒരു ബാലനത്രേ, കാര്യാദികൾ നടത്തുവാൻ എനിക്ക് അറിവില്ല. നീ തിരഞ്ഞെടുത്തതും പെരുപ്പം നിമിത്തം എണ്ണവും കണക്കും ഇല്ലാത്തതുമായി വലിയൊരു മഹാജാതിയായ നിന്റെ ജനത്തിന്റെ മധ്യേ അടിയൻ ഇരിക്കുന്നു. ആകയാൽ ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് നിന്റെ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ വിവേകമുള്ള ഒരു ഹൃദയം എനിക്ക് തരണമേ. അതുകൂടാതെ നിന്റെ ഈ വലിയ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ ആർക്ക് കഴിയും? ശലോമോൻ ഈ കാര്യം ചോദിച്ചത് കർത്താവിന് പ്രസാദമായി. ദൈവം അവനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നീ ദീർഘായുസോ സമ്പത്തോ ശത്രു സംഹാരമോ ഒന്നും അപേക്ഷിക്കാതെ ന്യായപാലനത്തിലുള്ള വിവേകമെന്ന ഈ കാര്യം മാത്രം അപേക്ഷിച്ചത് കൊണ്ട് ഞാൻ നിന്റെ അപേക്ഷ പ്രകാരം ചെയ്തിരിക്കുന്നു. ജ്ഞാനവും വിവേകവുമുള്ള ഒരു ഹൃദയം ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. നിനക്ക് സമനായവൻ നിനക്ക് മുമ്പുണ്ടായിട്ടില്ല, നിനക്ക് സമനായവൻ നിന്റെ ശേഷം ഉണ്ടാകുകയുമില്ല. ഇതിനു പുറമെ നീ അപേക്ഷിക്കാത്തതായ സമ്പത്തും മഹത്വവും കൂടെ ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. നിന്റെ ആയുഷ്കാലത്തൊക്കെയും രാജാക്കന്മാരിൽ ഒരുത്തനും നിനക്ക് സമനാകയില്ല. നിന്റെ അപ്പനായ ദാവീദ് നടന്നതുപോലെ നീ എൻ്റെ ചട്ടങ്ങളും കൽപ്പനകളും പ്രമാണിച്ച് എൻ്റെ വഴികളിൽ നടന്നാൽ ഞാൻ നിനക്ക് ദീർഘായുസ്സും തരും. പ്രിയ മക്കളെ, നോക്കൂ, ഇത് ശലോമോൻ ഹല്ലേലൂയ നമ്മുടെ കർത്താവ് അപ്പനോട് ചോദിക്കുകയാണ്, എനിക്ക് എന്ത് തരും? ഹല്ലേലൂയ. നോക്ക്, എന്ത് തരുമെന്ന് ശലോമോനോട് കർത്താവ് ചോദിക്കുമ്പോൾ നമ്മളായിരുന്നെങ്കിൽ എന്തൊക്കെ പറഞ്ഞേനെ? എനിക്ക് ഇന്നതൊക്കെ വേണം, എനിക്ക് ഹല്ലേലൂയ മറ്റുള്ളവരെക്കാട്ടിലും അധികമായിട്ട് സമ്പത്ത് വേണം, അത് വേണം, ഇത് വേണം എന്നൊക്കെ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ പറയും. പക്ഷെ ഇവിടെ നോക്കൂ, ശലോമോൻ എന്താ പറഞ്ഞെന്നറിയാമോ? എനിക്ക് വിവേകമുള്ള ഒരു ഹൃദയം തരണം. എന്തിനാ? ഈ ആൾക്കാരെ എല്ലാവരെയും ജനത്തിന് ന്യായപാലനം ചെയ്യാൻ വേണ്ടുന്ന വിവേകം, ആ അറിവ്, ആ ജ്ഞാനം എനിക്ക് തരണം. ഹല്ലേലൂയ. അത് കേട്ടപ്പോൾ നമ്മുടെ കർത്താവ് പറയാണ്, നിനക്ക് ഹല്ലേലൂയ ദീർഘായുസോ സമ്പത്തോ ശത്രു സംഹാരം ഒന്നും നീ അപേക്ഷിക്കാത്തതുകൊണ്ട് ഞാൻ നിനക്ക് നിന്റെ അപേക്ഷ പ്രകാരം ജ്ഞാനവും വിവേകമുള്ളൊരു ഹൃദയവും ഞാൻ നിനക്ക് തരുന്നു. പക്ഷേ ഇതുപോലെ ജ്ഞാനമുള്ളൊരു ഹൃദയമുള്ള ഒരു മകൻ ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകാൻ പോകുന്നതുമില്ല. പ്രിയ മക്കളെ, നമ്മുടെ ദൈവം അനുഗ്രഹിച്ചാല് ഇതുപോലെ ഹല്ലേലൂയ. പിന്നീട് നമുക്ക് ഹല്ലേലൂയ ശലോമോന്റെ ജ്ഞാനത്തെ കുറിച്ച് നമുക്ക് ഒരു ഉദാഹരണ സഹിതം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ആ 3-ാം അധ്യായം തന്നെ 16 മുതലുള്ള വാക്യം നോക്കുമ്പോൾ, അനന്തരം വേശ്യന്മാരായ 2 സ്ത്രീകൾ രാജാവിന്റെ അടുക്കൽ വന്ന് അവന്റെ മുമ്പാകെ നിന്നു. അവരിൽ
ഒരുത്തി പറഞ്ഞത്, തമ്പുരാനെ, അടിയനും ഇവളും ഒരു വീട്ടിൽ പാർക്കുന്നു. ഞങ്ങൾ പാർക്കുന്ന വീട്ടിൽ വെച്ച് ഞാൻ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. ഞാൻ പ്രസവിച്ചതിന്റെ 3-ാം ദിവസം ഇവളും പ്രസവിച്ചു. ഞങ്ങൾ ഒന്നിച്ചായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഒരികെ ആ വീട്ടിൽ മറ്റാരും ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നതുമില്ല. എന്നാൽ രാത്രി ഇവൾ തന്റെ മകന്റെ മേൽ കിടന്നു പോയത് കൊണ്ട് അവൻ മരിച്ചുപോയി. അവൾ അർദ്ധരാത്രി എഴുന്നേറ്റ് അടിയൻ ഉറങ്ങുന്ന സമയം അടിയന്റെ അരികെ നിന്ന് അടിയന്റെ മകനെ എടുത്ത് അവളുടെ പള്ളക്കിലും അവളുടെ മരിച്ച മകനെ അടിയന്റെ പള്ളക്കിലും കിടത്തി. രാവിലെ കുഞ്ഞിന് മുല കൊടുപ്പാൻ അടിയൻ എഴുന്നേറ്റപ്പോൾ അത് മരിച്ചിരിക്കുന്നത് കണ്ടു. വെളിച്ചമായ ശേഷം അടിയൻ സൂക്ഷിച്ചു നോക്കിയാറെ അത് അടിയൻ പ്രസവിച്ച കുഞ്ഞല്ല, അതിന് മറ്റേ സ്ത്രീ. അങ്ങനെയല്ല, ജീവനുള്ളത് എന്റെ കുഞ്ഞ്, മരിച്ചത് നിന്റെ കുഞ്ഞ് എന്ന് പറഞ്ഞു. ഇവളോ, മരിച്ചത് നിന്റെ കുഞ്ഞ്, ജീവനുള്ളത് എന്റെ കുഞ്ഞെന്ന് പറഞ്ഞു. ഇങ്ങനെ അവർ രാജാവിന്റെ മുമ്പാകെ തമ്മിൽ വാദിച്ചു. അപ്പോൾ രാജാവ് കൽപ്പിച്ചത്, ജീവനുള്ളത് എന്റെ കുഞ്ഞ്, മരിച്ചത് നിന്റെ കുഞ്ഞ് എന്ന് ഇവൾ പറയുന്നു. അങ്ങനെയല്ല, മരിച്ചത് നിന്റെ കുഞ്ഞ്, ജീവനുള്ളത് എന്റെ കുഞ്ഞ് എന്ന് മറ്റവൾ പറയുന്നു. ഒരു വാൾ കൊണ്ടുവരുവീനെന്ന് രാജാവ് കൽപ്പിച്ചു. അവർ ഒരു വാൾ രാജസന്നിധിയിൽ കൊണ്ടുവന്നു. അപ്പോൾ രാജാവ് ജീവനുള്ള കുഞ്ഞിനെ രണ്ടായി പിളർന്ന് പാതി ഒരുത്തിക്കും പാതി മറ്റവൾക്കും കൊടുപ്പീൻ എന്ന് കൽപ്പിച്ചു. ഉടനെ ജീവനുള്ള കുഞ്ഞിന്റെ അമ്മ തന്റെ കുഞ്ഞിനെ കുറിച്ച് ഉള്ളു കത്തുക കൊണ്ട് രാജാവിനോട്, അയ്യോ എന്റെ തമ്പുരാനെ, ജീവനുള്ള കുഞ്ഞിനെ കൊല്ലരുതേ എന്ന് പറഞ്ഞു. മറ്റവളോ, എനിക്കും വേണ്ട നിനക്കും വേണ്ട, അതിനെ പിളർക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ്, ജീവനുള്ള കുഞ്ഞിനെ കൊല്ലരുത്, അവൾക്ക് കൊടുപ്പീൻ, അവൾ തന്നെ അതിന്റെ തള്ള എന്ന് കൽപ്പിച്ചു. രാജാവ് കൽപ്പിച്ച വിധി ഇസ്രായേലൊക്കെയും കേട്ടു. ന്യായപാലനം ചെയ്യുവാൻ ദൈവത്തിന്റെ ജ്ഞാനം രാജാവിന്റെ ഉള്ളിലുണ്ട് എന്ന് കണ്ട് അവനെ ഭയപ്പെട്ടു. പ്രിയ മക്കളെ നോക്കൂ, ദൈവിക ജ്ഞാനം പ്രാപിച്ച ഒരു രാജാവ് പ്രവർത്തിക്കുന്നത് ഇതുപോലെയാണ്. ഹല്ലേലൂയ. ഇന്ന് ഈ സംഭവങ്ങൾ നമ്മുടെ രാജ്യത്ത് എങ്ങനെയാണ് നടക്കുന്നതെന്ന് നാം തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഹല്ലേലൂയ. കാര്യപ്രാപ്തിയുള്ളവർ ഹല്ലേലൂയ കാര്യങ്ങൾ സാധിപ്പിച്ചെടുക്കുന്നു. സത്യത്തിന് കൂട്ടുനിൽക്കുവാൻ ആർക്കും കഴിയുന്നില്ല. പ്രിയ മക്കളെ, നമ്മൾ അറിഞ്ഞ ദൈവത്തെ സത്യമായി സേവിക്കുന്നവരെ കർത്താവ് കൂടെ നിർത്തും. ഹല്ലേലൂയ. ദൈവിക ജ്ഞാനത്താൽ ദൈവം നിർത്തും. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥനയോടായി തീരാം. ദൈവിക ജ്ഞാനത്താൽ എന്നെയും നിറയ്ക്കണമേ. കർത്താവിന് ഇഷ്ടമില്ലാത്ത ദൈവഗീതമില്ലാത്ത ഒന്നിലും ഞങ്ങളെയോ ഞങ്ങളുടെ കൂട്ടു സഹോദരങ്ങളെയോ ഞങ്ങളോട് ഇടപെടുന്ന ജീവിതങ്ങളെയോ ഹല്ലേലൂയ ആരും നടത്തരുത് എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവേ, ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ശലോമോനെ പോലെ ഹല്ലേലൂയ നല്ലൊരു ദൈവിക ഹൃദയം ഹല്ലേലൂയ ഓരോരുത്തർക്കും പ്രാപിച്ചെടുക്കുവാൻ, സത്യമായിട്ട് പ്രവർത്തിക്കുവാൻ ഓരോരുത്തരെയും സഹായിക്കണമേ. സത്യത്തിന് കൂട്ടുനിൽക്കുന്നവരായി കർത്താവിന്റെ ഗീതപ്രകാരം ഹല്ലേലൂയ മുന്നോട്ട് പോകുവാൻ ഓരോരുത്തരെയും ദൈവം സഹായിക്കണം. അതിനുവേണ്ടി സമർപ്പിക്കുന്നവരായി തീരുവാൻ ദൈവം ഇടയാക്കണം. കർത്താവെ, ദൈവിക ജ്ഞാനത്താൽ വിവേകമുള്ള ഒരു ഹൃദയം ഹല്ലേലൂയ ദൈവഗീതപ്രകാരം പ്രാപിപ്പാൻ ഓരോ മക്കളെയും സഹായിക്കണം. കരങ്ങളിൽ സമർപ്പിക്കുന്നു. അങ്ങനെ അപ്പൻ ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. പിനുവജു, മുംബൈ. പ്രിയ മക്കളെ, നമുക്ക് ദൈവഗീത പ്രകാരം മുന്നേറാം. കർത്താവ് നമ്മെ സഹായിക്കും. സ്തോത്രം.